Good morning. Ashna, are you Good morning, ma'am. Teacher, mute ചെയ്തോളൂ. Good morning. Ashna, are you ready for the prayer? No. Ashna, ready ആണോ പ്രേയറിന്? yes, ma'am. 1 minute. Okay. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. Oh, God, the Lord God made this world. You are my path and destination. You are my strength of faith. Teach me to love. Teach me to live. Lead me to higher. Lead me to success. ആഷ്ന വെരി ഗുഡ്. നല്ല പ്രേയർ ആയിരുന്നു കേട്ടോ ആഷ്ന. Thank you, ma'am. ഓക്കെ. അപ്പൊ നമ്മള് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണെന്ന് പഠിച്ചല്ലോ. ലാസ്റ്റ് ക്ലാസ്സിൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രാധാന്യം എന്താണെന്ന് പഠിച്ചു. പിന്നെന്തായിരുന്നു അതിന്റെ ലക്ഷ്യങ്ങള്, അതിന്റെ എയിംസ്, ലക്ഷ്യങ്ങള് എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്ന് നമ്മള് ഇൻസൈഡ് ദ സ്കൂൾ, സ്കൂളിനകത്ത് സ്കൂളിന് എങ്ങനെയൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്യാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നത്, എന്തൊക്കെയാണ് സ്കൂളിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇൻസൈഡ് ദ സ്കൂൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇൻസൈഡ് ദ സ്കൂൾ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂൾ എങ്ങനെയായിരിക്കണം? ഒരു ഹെൽത്തി ചെയ്തോളൂ. ഓക്കെ, ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം ഈ സ്കൂള് സിറ്റുവേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്? ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു പ്ലേസിലായിരിക്കണം സ്കൂള് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആണെന്ന് പറയാൻ കാരണം എന്താ, ആയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? ഒരു ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് എങ്ങനെയാണ് അസുഖങ്ങൾ വരാനായിട്ട് കുറവാണ് അല്ലേ? ഡസ്റ്റിൽ നിന്നും എയർ പൊല്യൂഷനിൽ നിന്നും കുട്ടികളെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. അതിലൂടെ എങ്ങനെയാണ് കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നത് ഒരു പരിധിവരെ തടയാനായിട്ട് ഈ ഹെൽത്തി എൻവയോൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് പറയുന്നത്? പിന്നെ സ്കൂൾ എങ്ങനെയായിരിക്കണം? പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം? ഒരു പ്ലസന്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലസന്റ് ആയിരിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്? കുട്ടികൾക്ക് ഒരു മെന്റൽ ഹെൽത്ത്, പീസ്ഫുൾ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് നേടിയെടുക്കാൻ സ്കൂള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? മറ്റ് ഡിസ്ട്രാക്ഷനിലേക്ക് കുട്ടികൾ പോകില്ല അല്ലെ? നമ്മളിപ്പോ ഒരു ടൗൺ സൈഡ്, റോഡ് സൈഡിലാണ് സ്കൂള് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും ഇല്ലേ? വണ്ടികളുടെ ബഹളം, ഹോൺ, ഇങ്ങനെ പലതരം ശബ്ദങ്ങള് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായേക്കാം. ഓക്കെ, അപ്പൊ പഠിത്തത്തിൽ അത് കുട്ടികളെ ബാധിച്ചേക്കാം. അപ്പൊ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഇത്തരം അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും? കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ്? വേറൊരു ഡിസ്ട്രാക്ഷനും ഇല്ല, കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ അവരുടെ അക്കാഡമിക് പഠനത്തിലുള്ള നിലവാരം എങ്ങനെയായിരിക്കും? ഉയർന്ന നിലവാരമായിരിക്കും ഇത്തരം കുട്ടികൾ കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആവശ്യത്തിന് എയർ പൊല്യൂഷൻ, എന്താണ്, സൺലൈറ്റ് ലഭിക്കുന്ന എയർ പാസ് ഉള്ള ഒരു പ്ലേസിലായിരിക്കണം, അങ്ങനെ ഒരു ബിൽഡിംഗ് ആയിരിക്കണം സ്കൂള്. ഓക്കെ, അങ്ങനെ ഒരു ബിൽഡിംഗ് ആയിരിക്കണം സ്കൂളിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ സ്കൂളിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ സ്കൂള് ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഒരു പ്ലസന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കണം. എന്തുകൊണ്ടാണ് ഹെൽത്തി ആയിരിക്കണം എന്ന് പറയാനായിട്ട് കാരണം? എന്തൊക്കെയാണ്? കുട്ടികൾക്ക്
ഒരു മെന്റൽ ഹെൽത്ത്, പീസ്ഫുൾ ആയിട്ടുള്ള മെന്റൽ ഹെൽത്ത് ലഭിക്കുന്നുണ്ട്. അവരുടെ കോൺസെൻട്രേഷൻ, മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നില്ല അല്ലെ, കോൺസെൻട്രേഷൻ പവർ കൂടുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ പഠന നിലവാരം ഉയരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ്, സൺലൈറ്റ് ലഭിക്കണം, പിന്നെന്താണ്, നല്ല രീതിയിലുള്ള എയർ പാസിംഗ് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഒരു പരിധി വരെ അസുഖങ്ങൾ തടയാനായിട്ട് ഇത്തരം ലൊക്കേഷൻസ്, ഇത്തരം സ്കൂളുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? യെസ് മാം. മാം ഒന്നുകൂടെ പറയാമോ? ഞാനിപ്പോ കേറിയുള്ളേ. പറയാം കേട്ടോ. അപ്പൊ നമ്മൾ പറയുന്നത് ഇൻസൈഡ് ദി സ്കൂൾ, സ്കൂളിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, സ്കൂൾ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലായിരിക്കണം സ്കൂള് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. മറ്റ് ഡിസ്ട്രാക്ഷനിൽ നിന്നും കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇത്തരം ലൊക്കേഷൻ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അസുഖങ്ങൾ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നുണ്ട്. ഓക്കെ, മറ്റ് ശബ്ദങ്ങളൊന്നുമില്ല, ഒരു പീസ്ഫുൾ ആയിട്ട് ഒരു പ്ലേസിലാണ് സ്കൂൾ ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റ് ബഹളങ്ങളൊന്നും ഉണ്ടാകില്ല അല്ലെ. വണ്ടികളുടെ ശബ്ദം, അതുപോലെ ആളുകളുടെ ശബ്ദം ഒന്നും ഉണ്ടാകില്ല. അപ്പൊ കോൺസെൻട്രേഷൻ, അവർക്ക് പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അതിലൂടെ അവരുടെ പഠന നിലവാരം ഉയരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്, സ്കൂളുകളിൽ റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷൻ നടത്തണമെന്നാണ് പറയുന്നത്. ഗുഡ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് അതാണ്. സെക്കൻഡ് എന്താണ്, സ്കൂളുകളിൽ റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷൻ നടത്തുകയും കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് റെഗുലർ ആയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഇൻസ്പെക്ഷൻ നടത്തണം, ചെക്ക് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളുള്ള കുട്ടികളാണെങ്കിൽ നേരത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡിറ്റക്ട് ചെയ്യാനും കണ്ടെത്താനും അതിനെ ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. ഓക്കെ, സ്കൂളുകളിൽ ഇത്തരം റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷനിലൂടെ കുട്ടികളുടെ അസുഖങ്ങൾ ഒരു പരിധിവരെ നേരത്തെ തന്നെ ഏർലി സ്റ്റേജിൽ കണ്ടെത്താനും അതിനെ പ്രിവെന്റ് ചെയ്യാനും ഇത്തരം ഹെൽത്ത് ഇൻസ്പെക്ഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഇപ്പൊ പണ്ട് കാലങ്ങളിൽ കണ്ണുകൾ ചെക്ക് ചെയ്യാനായിട്ട് അല്ലെ, സ്കൂളുകളിൽ ഒരു ഡോക്ടർ ടീം വരാറുണ്ടായിരുന്നു. നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഉണ്ടായിരുന്നോ നിങ്ങൾ പഠിച്ചിരുന്ന ടൈമില്? ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പോ ഈ കണ്ണിന്റെ ആരോഗ്യം ചെക്ക് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിൽ സ്കൂളുകളിൽ ഒരു ടീം വരാറുണ്ടായിരുന്നു. അവര് റെഗുലർ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഫ്രീക്വന്റ്ലി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കണ്ണുകൾ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതിലൂടെ മെയിൻലി കുട്ടികൾക്ക് വരുന്ന അസുഖം എന്താണ്? കണ്ണിന് കാഴ്ചക്കുറവായിരിക്കും അല്ലേ, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ഇത്തരം അവസ്ഥകളെ മുൻകൂട്ടി കണ്ടെത്താനും ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടെത്താനും അതിന് ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്തരം ഹെൽത്ത് ഇൻസ്പെക്ഷൻസ് ഒരു പരിധി വരെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇത്തരം റെഗുലർ ആയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ഷൻ നടത്തുന്നതിലൂടെ മറ്റ് ബെനിഫിറ്റ് എന്തൊക്കെയാ? ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? നമുക്ക് ഇത്തരം അസുഖങ്ങളെ നേരത്തെ തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്ട് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ ഡെവലപ്മെന്റ് നമുക്ക് എന്ത് ചെയ്യാം? ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, എവ്രി മന്തിലും നമ്മൾ കുട്ടികളുടെ ഇങ്ങനെ വെയിറ്റ്, ഹൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ ഡെവലപ്മെന്റ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് നമുക്ക് പാരന്റ്സുമായിട്ട് ഷെയർ ചെയ്യാവുന്നതുമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ റെഗുലർ ചെക്കപ്പിലൂടെ നമ്മൾ നേടുന്ന ഡാറ്റാസ് പാരന്റ്സുമായിട്ടും ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷൻ നടത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബോഡി ചെക്ക്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. സെക്കൻഡ് എന്തായിരുന്നു? റെഗുലർ ചെക്കപ്പ് നടത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് പോയിന്റ് ആണ് പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ എസെൻഷ്യൽ. എന്താണ്? ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചുള്ള ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു സ്കൂളിൽ ഫസ്റ്റ് എയ്ഡിന്റെ ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഒരു മുറിവുണ്ടായാലും, കുട്ടികൾക്ക് ഒരു മുറിവുണ്ടായാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൃത്തിയുള്ള തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ബാൻഡേജ് വെച്ചോ ആ മുറിവിനെ നമ്മൾ കവർ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം.
ഓക്കെ, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, കൈ അല്പം ആ മുറിഞ്ഞ ഭാഗം, ആ മുറിവുണ്ടായ ഇൻസിഷൻ ഉണ്ടായ ഭാഗം നമ്മൾ ചെറുതായിട്ട് ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കണം, വേണ്ടേ? അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ അതിനു വേണ്ട എല്ലാ ഫെസിലിറ്റീസും സ്കൂള് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഗുഡ് ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. സെക്കൻഡ് എന്തായിരുന്നു? റെഗുലർ ആയിട്ടുള്ള കൂൾ വാട്ടർ കൊടുക്കണം. റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷൻ നടത്തണം. തേർഡ് എന്തായിരുന്നു? ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ് എന്താണ്? ആ പോയിന്റ്സ് വൈസ് ആയിട്ട് ഒന്നുകൂടി പറയോ? ഏതാണ്? അത് ലാസ്റ്റ് പറഞ്ഞുതരാം. 4 പോയിന്റ് അല്ലേ? അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഫോർത്ത് പോയിന്റ് എന്താണ്? ഏതാണ് ചാപ്റ്റർ എന്ന് പറഞ്ഞുതരാം. അപ്പൊ കേറിയിട്ടല്ലേ ക്ലാസ്സിൽ. മ്യൂട്ട് പറഞ്ഞുതരാം. മ്യൂട്ട് ചെയ്യൂ. ഈ ഫോർത്ത് പോയിന്റും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ ഫോർത്ത് പോയിന്റിൽ എന്താ പറയുന്നത്? കുട്ടികൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ പ്രൊവൈഡ് ചെയ്യേണ്ടത് സ്കൂൾ അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അവർക്ക് ലഭിക്കുന്ന, അവർ കഴിക്കുന്ന ഫുഡ് ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ എങ്ങനെയുള്ളതായിരിക്കണം? ക്ലീൻ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡും വാട്ടറുമാണ് അവർ കഴിക്കുന്നതെന്ന് എന്താണ് സ്കൂൾ അതോറിറ്റീസ് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്, ഇത്തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്, അല്ലേ? അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ഈ ബാലൻസ്ഡ് ഡയറ്റ്, ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ പവർ കൂടുന്നുണ്ട്. അതിലൂടെ എന്താണ്, അവരുടെ അക്കാഡമിക് പെർഫോമൻസ്, പഠന നിലവാരം കൂടുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ സ്കൂളുകളിൽ, ചില സ്കൂളുകളിൽ സ്നാക്സ് കൊടുത്തു വിടാറുണ്ട്, അല്ലെ? നമ്മൾ സ്കൂളുകളിൽ സ്നാക്സുകൾ കൊടുത്തു വിടാറുണ്ട്. അപ്പൊ സ്കൂളിൽ നിന്നും നമുക്ക് ഇൻസ്ട്രക്ഷൻസ്, പാരന്റ്സിന് ഇൻസ്ട്രക്ഷൻസ് ലഭിക്കാറുണ്ട്. എങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ എന്റെ വീട്ടിലാണെങ്കിൽ എങ്ങനെയാണ്, മൺഡേ ട്യൂസ്ഡേ ദിവസങ്ങളിൽ നമ്മൾ ഫ്രൂട്ട്സ് ആണ് കൊടുത്തു വിടേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതാണ് കൊടുത്തു വിടേണ്ടത്. ഓക്കെ, അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് സ്കൂളിൽ നിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന കുട്ടികൾ വലുതാകുമ്പോഴും എന്തായിരിക്കും, ഈ ഹെൽത്തി ഫുഡ് ഹാബിറ്റ് തന്നെ അവർ ഫോളോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ കുട്ടികൾ കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്, ക്ലീൻ ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ ആണെന്ന് ഉറപ്പാക്കേണ്ടത് സ്കൂൾ അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഇൻസൈഡ് ദ സ്കൂളിനകത്ത് ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ഹെൽത്തി അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം സ്കൂള് സ്ഥിതി ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സ്കൂളിൽ റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷൻസ് നടത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തേർഡ് പോയിന്റ് എന്താണ്? ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് ഫൈനൽ പോയിന്റ് എന്തായിരുന്നു? കുട്ടികൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ വാട്ടർ എങ്ങനെയായിരിക്കണം? ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിരിക്കണം എന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? ഇൻസൈഡ് ദ സ്കൂൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഹെൽത്തി അറ്റ്മോസ്ഫിയർ, ഹെൽത്ത് ഇൻസ്പെക്ഷൻ, റെഗുലർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം. പിന്നെന്താണ്, ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഏതായിരുന്നു? മ്യൂട്ട് ചെയ്തോളൂ. കുട്ടികൾ കഴിക്കുന്ന ഫുഡ് ആൻഡ് വാട്ടർ ക്ലീൻ ആൻഡ് നീറ്റ് ആണ്, ഹെൽത്തി ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദെൻ ഔട്ട്സൈഡ് ദ സ്കൂളിന് പുറത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, പ്ലീസ്. എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് പറഞ്ഞുതരുമോ? ചാപ്റ്റർ യൂണിറ്റ് 2 ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സിൽ കയറുന്നത്? നാലാമത്തെ പോയിന്റ് ഒന്ന് പറയോ? പറയാം. ഞാൻ കേറാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഹെൽത്ത് ആൻഡ് ഹൈജീൻ മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിറ്റ് 2 ആണ്.
ഓക്കെ, അപ്പൊ നാളത്തെ 4th പോയിന്റ് എന്താണ്? സ്കൂളിലെ കുട്ടികൾ കഴിക്കുന്ന ഫുഡ് ആൻഡ് വാട്ടർ ഹെൽത്തി ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ അതോറിറ്റീസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അവർ കഴിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആണെന്ന് ഉറപ്പാക്കേണ്ടത് സ്കൂളിന്റെ ഉത്തരവാദിത്വമാണ്. ക്ലിയർ ആണോ ജോൺസി? ഓക്കെ. Then outside the school. ഓക്കെ, സ്കൂളിന് പുറത്ത് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്കൂളിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്, സ്കൂൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. ഇനി സ്കൂളിന് പുറത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് പോയിന്റ് ആണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഒരു സൊസൈറ്റിയുടെ ഫസ്റ്റ് പോയിന്റ് ആണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഔട്ട്സൈഡ് ദ സ്കൂൾ, സ്കൂളിന് പുറത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം. ഓക്കെ, എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആയിട്ടുള്ള ജീവിത നിലവാരം ഉയർന്ന സൊസൈറ്റിയിലാണെങ്കിൽ അവരെങ്ങനെയാണ്? എല്ലാ ഹെൽത്ത് ആൻഡ് ഹൈജീനും ഫോളോ ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആയിരിക്കും ആ സൊസൈറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? ജീവിത പറയാം. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഓക്കെ, ജീവിത നിലവാരം ഉയർന്ന ഒരു സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസ് എല്ലാ ഹെൽത്ത് ആൻഡ് ഹൈജീൻസും ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അവർ എല്ലാ കാര്യങ്ങളും ഹെൽത്തിനെ കുറിച്ചുള്ളതായിക്കോട്ടെ ഹൈജീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണ്? തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കുന്നത്. ഈ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് കൂടുതൽ കോൺഷ്യസ് ആയിട്ടുള്ള ഈ ജീവിത സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർന്ന ഇൻഡിവിജ്വൽസ് എന്താ ചെയ്യുന്നത്? അവർ അങ്ങനത്തെ വാട്ടർ മാത്രമേ കുടിക്കുകയുള്ളൂ, അല്ലേ? അവരുടെ ഹെൽത്ത് അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അവരതിനെ ടേക്ക് കെയർ ചെയ്യും. അപ്പൊ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ അവർ കുടിക്കുകയുള്ളൂ. പക്ഷെ ഇതിനെക്കുറിച്ച് അവയർനെസ് അല്ലാത്ത, അതായത് ഇതിനെക്കുറിച്ച് അധികം നോളജ് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അവരുടെ ഫസ്റ്റ് എയിം എന്താണ്? ദാഹം അകറ്റുക എന്നുള്ളതാണ്. ഹെൽത്തിന് എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവരുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് ദാഹം അകറ്റുക എന്നുള്ളതാണ്. അവർക്ക് അവർ പച്ചവെള്ളമായാലും നോർമൽ വാട്ടർ ആയാലും അവർ കുടിക്കും അത്. ഓക്കെ, പക്ഷെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നോളജ് ഉള്ള ആളുകൾ ഹെൽത്തിനെ കുറിച്ച് അവെയർ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? അവരൊരു കോംപ്രമൈസും കാണിക്കില്ല. അവർക്ക് കുടിക്കാനായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ അവർ കുടിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ജീവിത നിലവാരം, ഇൻഡിവിജ്വൽസിന്റെ ജീവിത നിലവാരം അതിനെക്കുറിച്ചുള്ള നോളജ് ഉയർത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഫസ്റ്റ് വൺ ആയിരുന്നു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നെക്സ്റ്റ് വൺ ആണ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. എന്താണ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞാല്? രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള മീനിങ് ശുചിത്വം എന്നാണ്, അല്ലെ? പക്ഷെ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പേഴ്സണൽ ആയിട്ട് നമ്മളെ അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്താണ് പ്രാക്ടീസസിനെയാണ് ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അസുഖങ്ങളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഹൈജീൻ. അതായത് എന്താണ്? ബ്രഷ് ചെയ്യുക, ഡെയിലി ബാത്ത് ചെയ്യുക, ഫുഡ് കഴിക്കുന്നതിന് മുൻപ് പ്രോപ്പർ ആയിട്ട് കൈ വാഷ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഹൈജീൻ, ശുചിത്വം എന്ന് പറയുന്നത്. വേറെ സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പരിസരം, ഓക്കെ, നമ്മുടെ പരിസരം പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് സൂക്ഷിക്കുക. ക്ലിയർ ആണോ? വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുക, പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ സാനിറ്റേഷൻ ഹൈജീൻ ക്ലിയർ ആണോ? അപ്പൊ ഒരു ഓക്കെ, സാനിറ്റേഷൻ ഹൈജീൻ എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? ശുചിത്വം എന്ന് തന്നെയാണ്. പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണത്? ഹൈജീൻ എന്ന് പറയുന്നത് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്, അല്ലെ? എന്തൊക്കെയാണ്? നമ്മൾ ഡെയിലി ബാത്ത് ചെയ്യണം എന്ന് പറയും, അല്ലെ? അല്ലെങ്കിൽ ഡെയിലി ടോയ്സ് ബ്രഷ് ചെയ്യണം എന്ന് പറയും, അല്ലെ? ഫുഡ് കഴിക്കുന്നതിന് മുൻപ് കൈ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം എന്ന് പറയും. ഇതാണ് ഹൈജീൻ എന്ന് പറയുന്നത്. എന്നാൽ സാനിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം, വേസ്റ്റുകൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ, നമ്മൾ എൻവയോൺമെന്റിനെ മെയിൻലി പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് സാനിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു വില്ലേജ് ഡേർട്ട് ആണെങ്കിൽ, അഴുക്കുള്ളതാണെങ്കിൽ, ക്ലീൻ ആയിട്ടല്ല പ്രോപ്പർ ആയിട്ടല്ല നമ്മൾ സൂക്ഷിക്കുന്നതെങ്കിൽ എങ്ങനെയാണ്?
അല്ലെങ്കിൽ അതേപോലെ തന്നെ സ്കൂൾ പരിസരം നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ല. ഇത്തരം സിറ്റുവേഷൻസ് കുട്ടികൾക്ക് അസുഖങ്ങൾ പിടിപെടാനുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. ക്ലിയർ ആണോ? നമ്മൾ താമസിക്കുന്ന സൊസൈറ്റി അല്ലെങ്കിൽ ചുറ്റുപാട് അല്ലെങ്കിൽ സ്കൂൾ പരിസരം നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ അതിലൂടെ കുട്ടികൾക്ക് അസുഖങ്ങൾ പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മുടെ സറൗണ്ടിങ്സ് ആയിക്കോട്ടെ, സ്കൂൾ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്കൂൾ പരിസരം ആയിക്കോട്ടെ, നമ്മൾ പ്രോപ്പർ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്താണ്? സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഓക്കെ, നമ്മളെയും നമ്മുടെ പരിസരവും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദ തേർഡ് പോയിന്റ്, ഫുഡ് ആൻഡ് ക്ലോത്ത്. ഓക്കെ, കുട്ടികൾക്ക് കൊടുക്കുന്ന, അവർ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം? ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം കുട്ടികൾ കഴിക്കേണ്ടത്. അതേപോലെ തന്നെ കുടിക്കുന്ന വാട്ടറും എങ്ങനെയായിരിക്കണം? ഹെൽത്തി ആയിട്ടുള്ള വാട്ടർ ആയിരിക്കണം അവർ കുടിക്കേണ്ടത്. ഓക്കെ, ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള, ധാരാളം വൈറ്റമിൻസ്, പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം കുട്ടികൾ കഴിക്കേണ്ടത്. അപ്പൊ ഇത്തരം ഫുഡ് കഴിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാം? അസുഖങ്ങളെ തടയാവുന്നതാണ്. ഓക്കെ, അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ക്ലോത്ത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം? നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ വെയർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഡെയിലി നമ്മൾ ഡ്രസ്സുകൾ മാറ്റേണ്ടതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കൂടുതൽ ടൈറ്റ് ആയതോ ലൂസ് ആയതോ ആയ ഡ്രസ്സുകൾ നമ്മൾ വെയർ ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഫുഡ് ആൻഡ് ഹെൽത്ത് എങ്ങനെയാണ്? ഫുഡ് ഹെൽത്തി ആയിട്ടുള്ള, ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ ആണ് നമ്മൾ കഴിക്കേണ്ടത്. ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അതേപോലെ തന്നെ വാട്ടർ എങ്ങനെയാണ്? തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള വാട്ടർ ആണ് കുടിക്കേണ്ടത്. പിന്നെന്താണ്? ക്ലോത്ത്സിന്റെ കാര്യം എങ്ങനെയാണ്? നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സ് ആണ്, ഡ്രസ്സുകളാണ് വെയർ ചെയ്യേണ്ടത്. അത് ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അധികം ടൈറ്റ് ആയതോ ലൂസ് ആയിട്ടുള്ളതോ ആയ ഡ്രസ്സുകൾ വെയർ ചെയ്യാൻ പാടുള്ളതല്ല. നമ്മളൊരു ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ നമ്മുടെ കംഫർട്ട് ആണ് പ്രധാനം, അല്ലേ? അധികം ടൈറ്റ് ആണെങ്കിൽ എന്ത് പറ്റും? നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യില്ല, അല്ലേ? നമുക്കത് നമ്മുടെ ആ മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യും, ഇല്ലേ? നമ്മൾ ടെൻസ്ഡ് ആവും. ഓക്കെ, അതേപോലെ തന്നെ ലൂസ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ വെയർ ചെയ്യുന്നതെങ്കിലോ സെയിം സിറ്റുവേഷൻ തന്നെയാണ്, നമ്മൾ കംഫർട്ട് ആയിരിക്കില്ല, അല്ലേ? അപ്പൊ നമ്മൾ എപ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള, നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഹൗസ്, വീട്, നമ്മുടെ ഹോം എങ്ങനെയായിരിക്കണം? അപ്പോ ഈ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹോം എന്ന് പറയുന്നത്. നമ്മുടെ ഹോമിന്റെ ലൊക്കേഷനും പ്ലാനും, ഹോമിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം? വീടുകൾ ആവശ്യത്തിന് വായു സഞ്ചാരം ഉറപ്പാക്കുന്ന വെന്റിലേഷൻസ്, വിൻഡോസ് വീടുകളിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ആവശ്യത്തിന് സൺലൈറ്റ് ലഭിക്കുന്ന രീതിയിലായിരിക്കണം വീടിന്റെ കൺസ്ട്രക്ഷൻ നടത്തേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഇന്റീരിയർ ആണെങ്കിലോ, വീടിന്റെ ഉൾവശമാണെങ്കിൽ എങ്ങനെയായിരിക്കണം? എപ്പോഴും ഡസ്റ്റിൽ നിന്നും ഫ്രീ ആയിരിക്കണം. നമ്മൾ നീറ്റ് ആയിട്ട് ഫർണിച്ചേഴ്സ് ഒക്കെ നീറ്റ് ആയിട്ട് ഡെയിലി പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡസ്റ്റ് ഒക്കെ ഉണ്ടായാൽ എന്താണ്? കുട്ടികൾ അത് ഇൻഹേൽ ചെയ്യുകയും അവർക്ക് ബ്രീത്തിങ് ഇഷ്യൂസ്, ആസ്മ പോലുള്ള അസുഖങ്ങൾ വരാനായിട്ട് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് ഔട്ട്സൈഡ് ദ സ്കൂൾ? സ്കൂളിന് പുറത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് എന്തായിരുന്നു? മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. എല്ലാവർക്കും ഒപ്പീനിയൻ പറയാനുള്ള ചാൻസ് തരാട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നല്ല ഒരു ജീവിത നിലവാരം ഫോളോ ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ്? അവർ എല്ലാ ഹെൽത്ത് ആൻഡ് ഹൈജീൻസും ഫോളോ ചെയ്യും. അതിലൊരു കോംപ്രമൈസിനും അവർ തയ്യാറായിരിക്കില്ല, അല്ലേ? അവർ ഹെൽത്തുമായിട്ടുള്ള റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ കാര്യങ്ങളും, ഹൈജീനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇൻഡിവിജ്വൽസിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ഇതിനെ കുറിച്ചുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മിക്ക ആളുകൾക്കും എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയില്ല, അല്ലേ?
മിക്ക ആളുകൾക്കും അറിയില്ല എക്സസൈസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ മെഡിറ്റേഷന്റെ പ്രാധാന്യം എന്താണ്, മെന്റൽ ഹെൽത്തിന്റെ പ്രാധാന്യം എന്താണ്, ഓക്കെ, ഫിസിക്കൽ ഹെൽത്തിന്റെ പ്രാധാന്യം എന്താണ്. ഇതിനെക്കുറിച്ച് അവയർനെസ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഡെയിലി ഫോളോ ചെയ്യും അല്ലെ. എക്സസൈസ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എങ്കിലും അവർ ഡെയിലി എക്സസൈസ് ചെയ്യും അല്ലെ. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രമേ അവർ ഫോളോ ചെയ്യുകയുള്ളൂ അല്ലെ, കഴിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അതിനെക്കുറിച്ചുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഓക്കെ, നമ്മുടെ വ്യക്തികളെ തന്നെ പ്രോപ്പർ ആയിട്ട് ഹൈജീൻ പാലിക്കേണ്ടതും അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മുടെ സ്കൂൾ പരിസരം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ എന്താണ്, കുട്ടികൾക്ക് അതിൽ നിന്നും അസുഖങ്ങൾ പിടിപെടാനായിട്ട് ചാൻസസ് ഉണ്ട്, കാരണമാകുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യണം. പിന്നെ തേർഡ് പോയിന്റ് എന്തായിരുന്നു? ഫുഡ് ആൻഡ് ക്ലോത്ത്. ഓക്കെ, ഫുഡ് ആൻഡ് ക്ലോത്ത് എങ്ങനെയായിരിക്കണം? നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം, ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത്. അതേപോലെ തന്നെ വെയർ ചെയ്യുന്ന ക്ലോത്ത്സ് ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്യണം. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത്സ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പിന്നെന്താണ്, ഡ്രസ്സുകൾ, നമ്മൾ വെയർ ചെയ്യുന്ന ഡ്രസ്സുകൾ അധികം ടൈറ്റ് ആയതോ അധികം ലൂസ് ആയതോ വെയർ ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം നമ്മൾ വെയർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ഹൗസ്, നമ്മുടെ ഹോം, നമ്മുടെ വീടിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കുട്ടികളെ അസുഖങ്ങളിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നതിന് വീട് വളരെയധികം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ആവശ്യത്തിന് സൺലൈറ്റ് ലഭിക്കുന്ന, എയർ പാസ് ഉള്ള ഒരു കൺസ്ട്രക്ഷൻ രീതി ആയിരിക്കണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ധാരാളം വെന്റിലേഷൻ ഉള്ള, വിൻഡോസ് ഉള്ള ഒരു വീടായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്, ഇന്റീരിയർ ആയിക്കോട്ടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ടേക്ക് കെയർ ചെയ്യണം അല്ലെ. ഡസ്റ്റ് ഫ്രീ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ഈ ഡസ്റ്റുകൾ നമ്മൾ കുട്ടികൾ ഇൻഹേൽ ചെയ്യുകയാണെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ പലതരം അസുഖങ്ങൾ പിടിപെടാനായിട്ട് കാരണമാകുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹോമിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, പ്രോപ്പർ ആയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ഇൻസൈഡ് ദ സ്കൂൾ ആൻഡ് ഔട്ട്സൈഡ് ദ സ്കൂൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതില് ഹൗസിന് താഴെ ഇന്റീരിയർ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് കൂടെ ഇല്ലേ? അതാ പറഞ്ഞത്, വീടിനകത്ത് നമ്മൾ ഉൾവശം അല്ലെങ്കിൽ വീടിന്റെ ഇന്റീരിയർ എങ്ങനെയായിരിക്കണം, ഡസ്റ്റ് ഫ്രീ ആയിട്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ മാം. ഞാൻ ഒരുമിച്ച് അത് രണ്ടും കൂടി പറഞ്ഞത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ദ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷനിൽ സ്കൂളിന്റെ റോൾ എന്താണ്? എന്താണ് സ്കൂളിനുള്ള റോൾ? കണ്ടോ, റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പൊ കുട്ടികളിൽ ആരോഗ്യത്തെ കുറിച്ചുള്ള ഈ അലേർട്ട്നെസ് അല്ലെങ്കിൽ ജാഗ്രത വളർത്തിയെടുക്കുന്നതിൽ സ്കൂളുകൾക്ക് വലിയൊരു പങ്കുണ്ട് ഇല്ലേ? കുട്ടികളിൽ ഈ ആരോഗ്യത്തെ കുറിച്ചുള്ള ജാഗ്രത വളർത്തിയെടുക്കുന്നതിൽ സ്കൂള് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ശുചിത്വത്തെ കുറിച്ചുള്ളതായിക്കോട്ടെ, ഹൈജീനെ കുറിച്ചുള്ളതായിക്കോട്ടെ, ഹെൽത്തിനെ കുറിച്ചുള്ളതായിക്കോട്ടെ, അവര് പാലിക്കുന്ന അല്ലെങ്കിൽ അവർ പഠിക്കുന്ന ഓരോ ഹാബിറ്റ്സുകളുമാണ് കുട്ടികൾ അഡൾട്ട് സ്റ്റേജിൽ എത്തുമ്പോഴും അവർ ഫോളോ ചെയ്യുന്നത് ആണല്ലോ. അപ്പോ സ്കൂള് ഇതിൽ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സ്കൂളില് നമുക്ക് ഇത്തരം ശീലങ്ങൾ, ഇത്തരം ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ സ്കൂളിന് എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂളിന് ചെയ്യാൻ കഴിയുന്നത്? എന്തൊക്കെ ചെയ്യാം? ഫസ്റ്റ് പോയിന്റ് എന്താണ്? നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുൻപും ശേഷവും പ്രോപ്പർ ആയിട്ട് ഹാൻഡും മൗത്തും വാഷ് ചെയ്യണമെന്ന് പഠിപ്പിക്കാം അല്ലേ? നമ്മൾ സ്കൂളിൽ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് നമ്മൾ പുറത്ത് മറ്റൊരു സൊസൈറ്റിയിൽ ചെന്നാലും അഡൾട്ട്ഹുഡ് സ്റ്റേജിലും നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും. അപ്പൊ സ്കൂളിന് ഇത്തരം ശീലങ്ങൾ പഠിപ്പിക്കുന്നതിൽ വലിയൊരു പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ വലിയൊരു റോൾ ഉണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കുട്ടികൾ ഫുഡ് കഴിക്കുന്നതിന് മുൻപും ശേഷവും കൈയും ഹാൻഡും എന്താണ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. പിന്നെ എന്തൊക്കെ പഠിപ്പിക്കാം? പേഴ്സണൽ ഹൈജീനെ കുറിച്ച് പഠിപ്പിക്കാം. നമ്മൾ ഡെയിലി ടോയ്സ് ബ്രഷ് ചെയ്യണമെന്ന് പഠിപ്പിക്കാം, ബാത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാം അല്ലേ? പിന്നെന്താണ്? ടോയ്ലറ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പഠിപ്പിക്കാം.
പിന്നെന്താണ്, ആ ടോയ്ലറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കാം. നമ്മളിപ്പോ പുറത്ത് കളിക്കാൻ പോയതിനു ശേഷമോ ഒരു യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷമോ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്താ ചെയ്യണം, ബാത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കാം. പിന്നെ എന്തൊക്കെ പഠിപ്പിക്കാം? പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കണം. പ്രോപ്പർ ആയിട്ട് വെള്ളം കുടിക്കാനായിട്ട് പഠിപ്പിക്കാം. ഫുഡ് ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെന്ന് പഠിപ്പിക്കാം. ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കാൻ പഠിപ്പിക്കാം. ഫുഡ് വേസ്റ്റ് ആക്കരുത്. അങ്ങനെ പല കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സ്കൂളിന് കഴിയുന്നതാണ്. അപ്പൊ നമ്മൾ എന്താണോ സ്കൂളിൽ പഠിക്കുന്നത് അതാണ് പുറത്തും ഫോളോ ചെയ്യുന്നത്. അപ്പൊ സോഷ്യൽ ഹാബിറ്റ്സ്, ഓക്കെ. അപ്പൊ പല കാര്യങ്ങള് സ്കൂളില് പഠിപ്പിക്കാവുന്നതാണ്. അപ്പൊ സ്കൂളിന്റെ പങ്ക് ക്ലിയർ ആണോ? ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ. സ്കൂളിന് എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കാവുന്നതാണ്. ആ ടോപ്പിക്കിൽ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ എല്ലാവരും? അതേപോലെ നമുക്ക് എവിടെ നിന്നൊക്കെ ലഭിക്കുന്നതാണ്? നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ലഭിക്കുന്നത്? ബുക്സുകൾ റീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ നമുക്ക് ബാലരമ, കളിക്കുടുക്ക, ഓക്കെ, ബാലരമ, കളിക്കുടുക്ക പോലുള്ള മാസികകളിലെ ഇതുമായി ബന്ധപ്പെട്ട കുറെ കഥകൾ, സ്റ്റോറീസ് ഉണ്ടായിരിക്കും, കണ്ടിട്ടില്ലേ? അത് വായിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അത് വായിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് അതിനെ കുറിച്ചൊരു നോളജ് ലഭിക്കുന്നതാണ്. ഇത്തരം മാസികകളിൽ ഇങ്ങനത്തെ സ്റ്റോറീസ് കണ്ടിട്ടില്ലേ? ഈ ജെംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന സ്റ്റോറീസ് കാണാവുന്നതാണ്. അപ്പൊ ഇത്തരം സ്റ്റോറീസ് കുട്ടികൾക്ക് ഇതിനെ കുറിച്ചൊരു നോളജ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ബുക്സിൽ നിന്ന് നമുക്ക് ഇതിനെ കുറിച്ചൊരു നോളജ് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, പോസ്റ്റേഴ്സ്, പോസ്റ്റേഴ്സ്, ചാർട്ട്. ഇപ്പൊ കോവിഡിന്റെ ടൈമിൽ ആയിക്കോട്ടെ, നമുക്ക് ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ തന്നെ ധാരാളം ഇതുമായിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള പോസ്റ്ററുകൾ കാണാൻ പറ്റുന്നതാണ് അല്ലെ. എന്തൊക്കെ ഉണ്ടായിരുന്നു അതില്? കോവിഡിന്റെ ടൈമിൽ നമ്മൾ നമ്മൾ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ, മാസ്ക് വെയർ ചെയ്യണം. നമ്മൾ സ്നീസ് ചെയ്യുമ്പോൾ എന്താണ്, പ്രോപ്പർ ആയിട്ട് മൗത്ത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം, സാനിറ്റൈസ് ചെയ്യണം, തുടങ്ങിയ കാര്യങ്ങൾ ധാരാളം നോളജ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് ഇത്തരം പോസ്റ്ററുകളിൽ നിന്നും ലഭിച്ചിരുന്നു. ഓക്കെ, പിന്നെ ഇതേപോലെ ചാർട്ടുകൾ ഉണ്ട് ഹെൽത്ത് എഡ്യൂക്കേഷനുമായിട്ട്. നമ്മുടെ എങ്ങനെയാണ് ഹെൽത്തി ലിവിങ്, അതുമായി ബന്ധപ്പെട്ട് ധാരാളം ചാർട്ടുകൾ ലഭിക്കുന്നതാണ്. അതിൽ നിന്നും നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട നോളജ് ലഭിക്കുന്നതാണ്. പിന്നെ ഏതാണ്, ഫിലിം അല്ലെങ്കിൽ ഏതാണ്, റേഡിയോ പ്രോഗ്രാംസ്, കാർട്ടൂൺസ്. അപ്പൊ ഇത്തരം മീഡിയാസിൽ നിന്ന് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട നോളജ് ലഭിക്കുന്നതാണ്. ക്ലിയർ ആണോ? അപ്പൊ എവിടെ നിന്നൊക്കെയാണ് ഈ നോളജ് ലഭിക്കുന്നത്? ബുക്സ് ലഭിക്കുന്നുണ്ട്, ഫിലിംസ്, റേഡിയോ പ്രോഗ്രാംസ്, കാർട്ടൂൺസ് മുതലായവയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ചാർട്ട് അല്ലെങ്കിൽ പോസ്റ്ററുകളിൽ നിന്നും ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട നോളജ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കുട്ടികളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ഓക്കെ ക്ലാസ്സുകളിൽ പങ്കെടുപ്പിക്കാം. ഓക്കെ. അപ്പൊ കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്? എങ്ങനെയാണ് കൊച്ചുകുട്ടികള് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്? എങ്ങനെയാണ്? റോൾ മോഡലിങ്ങിലൂടെയാണ് അല്ലെ, അല്ലെങ്കിൽ ഇമിറ്റേഷനിലൂടെയാണ്. നമ്മളിപ്പോ എന്ത് കാര്യം ചെയ്താലും കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്യും ഇല്ലേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എസ്പെഷ്യലി പെൺകുട്ടികൾ നമ്മൾ വീടുകളിൽ കുക്ക് ചെയ്യുമ്പോൾ അമ്മമാര് കുക്ക് ചെയ്യുന്നത് കണ്ടാൽ കുട്ടികൾ അതേപോലെ കുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യും അല്ലെ. സാരി വെയർ ചെയ്യാൻ നോക്കുന്ന കുട്ടികളില്ല, അതേപോലെ തന്നെ. അപ്പൊ ഇമിറ്റേഷനിലൂടെയാണ് കുട്ടികൾ കൂടുതൽ കാര്യങ്ങളും പഠിക്കുന്നത്. റൈറ്റ്? അങ്ങനെയാണോ? ഓക്കെ, അപ്പോൾ അവരുമായിട്ട് കൂടുതൽ ഇടപെടുന്ന ഈ ടീച്ചേഴ്സിനും അഡൽട്ടിനും അവരിലെ ഇത്തരം നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് വലിയൊരു പങ്കുണ്ട് അല്ലേ. അവരുമായിട്ട് കൂടുതൽ ഇടപെടുന്നത് പാരന്റ്സ്, അഡൽട്ട് അല്ലെങ്കിൽ ആരാണ്? ടീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ കുട്ടികളിൽ ഇത്തരം നല്ല ഗുഡ് ഹാബിറ്റ്സ് വളർത്തിയെടുക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നതാണ്. ഓക്കെ, എങ്ങനെയാണ് കുട്ടികൾ പഠിക്കുന്നത്? ടീച്ചേഴ്സിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പാരന്റ്സിനെ ആയിക്കോട്ടെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിലൂടെയാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വന്ന് ബാത്ത് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കറിയാം, കുട്ടിയും പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുളിക്കണം എന്നുള്ളത് കുട്ടികളും പഠിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെ പഠിച്ചതാണ്? നമ്മളെ കണ്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ് അല്ലേ.
ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. പേഴ്സണൽ ഹൈജീൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആക്ഷൻ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ റെഡി ആണോ ആക്ഷൻ സോങ്ങിന്? സജിത ഞാൻ ചെയ്തായിരുന്നു. നോക്കട്ടെ, പേര് നോക്കിയേക്കട്ടെ. ഓക്കെ. ഓക്കെ, ചെയ്യാത്ത ആരാ ഉള്ളത്? ഞാൻ ചെയ്തിട്ടില്ല. ഏതാ? ബിബിത. ബിബിത. ഓക്കെ, ബിബിത ചെയ്തോളൂ. കാണാമോ? കാണാം. Early to bed, early to rise. Wish good morning, wish good night. Follow good habit, be a good child. Follow good habit, be a good child. Bath every day, brush your teeth, comb your hair, cut your nails. Follow good habit, be a good child. Follow good habit, be a good child. Go wash your hands before and after your meal. Fight with germs and keep yourself clean. Follow good habit, be a good child. Follow good habit, be a good child. Thank you, ma'am. ഓക്കെ ബിബിത, അപ്പൊ നമ്മുടെ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ സോങ് ആണ് സെലക്ട് ചെയ്തത്. വെരി ഗുഡ് ബിബിത. Okay, thank you, ma'am. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ഞാൻ ചെയ്യണോ? പ്രജിത ആണോ? പേരങ്ങനെയാണോ? പ്രജിത എന്നാണോ? അതെ. ഓക്കെ, മൈക്ക് ഓൺ ആക്കൂ. ഓക്കെ, ചെയ്തോളൂ. Stump your feet. Swim, swim, swim. Swim your arms. Shake, shake, shake. Shake your hips. അത്രേ ഉള്ളൂ. കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ലക്ഷ്മി മാം. സഹന. എന്തോ പേരെന്താണ്? സഹന. ഷഹന. ഓക്കെ ഷഹന. Clap your hands. Clap your hands. Listen to the music. Clap your hands. കാണുന്നില്ല. ഒന്നുകൂടി. Exactly. Yeah. ഓക്കെ. കാണുന്നോ? ഓക്കെ, നോക്കട്ടെ. Hands. Clap your hands. Clap your hands. Stamp your feet. Listen to the music. Stamp your feet. Turn around. Listen to the music. Jump up. Listen to the music. Jump up. Wave your hand. Listen to the music. Wave your hand. Thank you. ഓക്കെ ഷഹന, ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോവാനുണ്ടോ? ഒത്തിരി സ്പീഡ് കൂടി പോയല്ലോ. Sorry. ഓക്കെ, സ്പീഡ് കുറയ്ക്കണം കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ആരായിരുന്നു? ഞാൻ ചെയ്യാം. എന്തോ ഞാൻ ചെയ്യാം. പേരെന്താ? സൈന. കാണാമോ മിസ്? എന്റെ ക്യാമറ ഇത്തിരി കംപ്ലൈന്റ് ആണ്. കാണാം. Chubby cheeks, dimple chin, rosy lips, teeth with thin eyes are curly hair, very fair. Eyes are blue, lovely too. Teacher said, "Is that you?" Yes, yes, yes. ഓക്കെ സൈന, നന്നായി. ഇടയ്ക്ക് ഒന്ന് മറന്നുപോയി അല്ലേ? പേരെന്താണ്? പ്രിയ. കാണാം.
Now my senses, do you know? Do you know? Taste, smell, sight, hear and touch. Do you know? I can taste with my tongue, with my tongue, with my tongue. I can taste with my tongue the yummy chocolate. I can smell with my nose, with my nose, with my nose. I can പ്രിയ നെറ്റ് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു, ക്ലിയർ ആവുന്നില്ല പ്രിയ. smell with പ്രിയ my പ്രിയ nose. ക്ലിയർ ആകുന്നില്ലടാ, സ്റ്റക്കായി നിൽക്കും. The lovely red rose. I can with my eyes, I can hear with my eyes that chipping on the bird. I can feel with my hand the answer. Do you know? Do you know? പ്രിയ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. പ്രിയ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ സ്റ്റക്കായി നിൽക്കായിരുന്നു, ചിലതൊന്നും കേട്ടില്ല. അല്ല, ഈ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഓക്കെ പ്രിയ. ദെൻ മാം ഞാൻ ചെയ്യാം. എന്താ പേരെന്താ? നജ്ല. നജ്ല. ഓക്കെ നജ്ല. കാണുന്നുണ്ടോ മാം? കാണാം. Hi children. Today let's learn the names of some animals. Hello friends. Sorry മാം, കുറച്ച് ടെൻഷനാണ്. ടെൻഷൻ ഒന്നും വേണ്ട, കൂളായിട്ട്. Hello, hello, my dear friends. Do you know who am I? I am the fox. I am the fox. I am the clever, living in the forest. Hello, hello, my dear friends. Do you know who am I? I am the bear. I am the bear. I am the strong, living in the forest. Hello, hello. My dear friends, do you know who am I? I am the deer, I am the deer, I am the foxer living in the forest. Hello, hello, my dear friends, do you know who am I? I am the monkey, I am the monkey, I am the naughty living in the forest. Hello, hello, my dear friends. Do you know who am I? I am the lion, I am the lion, I am the king, living in the forest. Thank you, ma'am. സൂപ്പർ, നന്നായിട്ട് ചെയ്തട്ടാ, നന്നായിട്ടുണ്ടായിരുന്നു. മാം ഞാൻ ചെയ്ത് കണ്ടായിരുന്നോ? എന്തോ പ്രിയ? പ്രിയ. ഓക്കെ. ഞാൻ ചെയ്തായിരുന്നു, കണ്ടോ നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നോന്ന്? നെറ്റ് ഇഷ്യൂ. ഓക്കെ പ്രിയ, നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഇടക്ക് വെച്ച് സ്റ്റക്കായി പോയി. എനിക്ക് വെച്ച് സ്റ്റക്കായിപ്പോയി, നെറ്റ് കട്ടായി പോയി. ഓക്കെ ഓക്കെ, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടോ പ്രിയ, നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. അസ്ന. 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 വേറെ ആരാ ഉള്ളത്? ആക്ഷൻ സോങ് ഞാൻ ചെയ്യട്ടെ? പേര് പറയൂ. ഫർസാന. ഫർസാന. ഓക്കെ ഫർസാന. Good morning, good morning. It's a bright and sunny day. Good morning, good morning. It's a bright and sunny day. We all have gathered here to have a good day. We all have gathered here to have a good day. We sing, we dance.
ഓക്കെ പർഫാന നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. വെരി ഗുഡ്. ഓക്കെ താങ്ക് യു മാം. ടീച്ചറെ ഞാൻ ചെയ്യട്ടെ? ആ ഓക്കെ. കൃഷ്ണേന്ദു എന്നല്ലേ പേര്? കൃഷ്ണേന്ദു അല്ലേ? ആ ടീച്ചറെ ഞാൻ ആ കൃഷ്ണേന്ദു. ആ കൃഷ്ണേന്ദു ചെയ്തു. റോളിംഗ് 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 കാണുന്നില്ല, സ്പേസ് കാണുന്നില്ല. കുറച്ചുകൂടെ ഇറങ്ങിക്കാവോ? കുറച്ചുകൂടെ ഇറങ്ങിക്ക. ആ ഓക്കെ ചെയ്തു. റോളിംഗ് 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 അപ്പ് അപ്പ് റോളിംഗ് 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 ഡൗൺ 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 റോളിംഗ് 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 ഡൗൺ ലെഫ്റ്റ് 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 റോളിംഗ് 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 റൈറ്റ് 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 റോളിംഗ് 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 റോൾ in in rolling 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 out 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 rolling 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 dance 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 rolling 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 out 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 thank you teacher. കൃഷ്ണേന്ദു നന്നായിട്ട് ചെയ്തിട്ട് കൃഷ്ണേന്ദു. വെരി ഗുഡ് വെരി ഗുഡ്. thank you. ഓക്കെ വെരി ഗുഡ്. ഓക്കെ അപ്പൊ ബാക്കിയുള്ളവർക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ചാൻസ് തരാം. ഓക്കെ അസൈൻമെന്റ് തന്നിട്ടുള്ളത് എന്തോ? അസൈൻമെന്റ് മാമല്ലേ തന്നിട്ടുള്ളത്? അതെ സബ്മിറ്റ് ചെയ്തില്ലേ? അറ്റാച്ച് ആവണില്ലല്ലോ, കുടിന്റെ അറ്റാച്ച് കാണിക്കുക. മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ ഓക്കെ. മാം ഈ അസൈൻമെന്റ് എല്ലാം എഴുതി ഓക്കെ, പക്ഷെ സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല? ഇല്ല ഞാനല്ലേ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. മാം അതെന്താണല്ലോ എന്റെ അങ്ങനെ ആയിരുന്നു. ആ ഇമെയിൽ അക്കൗണ്ട് ഒന്ന് മാറ്റി വേറെ ആരുടെയും വീട്ടിലെ ഇമെയിൽ അക്കൗണ്ടിൽ അയച്ചു നോക്കൂ. എനിക്ക് അങ്ങനെ കിട്ടിയത്. ലക്ഷ്മിയുടെ ശരിയായല്ലേ? ആ ഓക്കെ അതേപോലെ ചെയ്ത് നോക്കട്ടെ. ആ ഓക്കെ ലക്ഷ്മി. ടീച്ചറെ പിന്നെ ഞാൻ പഠിച്ച ആക്ഷൻ സോങ് ആദ്യം പാടിയ കുട്ടി പാടി. അത് സാരമില്ല. എന്നാ ഞാൻ പാടട്ടെ? ഓക്കെ ചെയ്തോളൂ. മ്യൂട്ട് ചെയ്തോളൂ. നാളെ പാടാം. എന്നാ പിന്നെ ഞാനൊരു 2 വരി കൂട്ടി എഴുതിപ്പോ. ഓക്കെ. ഒന്നുമില്ല. വി ഹാവ് ടു പ്രേ ഗോഡ് എവറി ഡേ, വി ഹാവ് ടു റീഡ് ബുക്സ് എവറി ഡേ. അത്ര 2 എഴുതി. ഉദ്ദേശിക്കുന്നത് ലക്ഷ്മി അല്ലേ? മാം പ്രേയർ സോങ് അല്ലേ? അല്ല, ഗുഡ് ഹാബിറ്റ്സ് ആക്ഷൻ സോങ്. ആക്ഷൻ സോങ്. ഓക്കെ. അത് ഞാൻ വേറൊന്ന് പഠിച്ചിട്ട് എല്ലാരും ഒന്നൊക്കെ ചെല്ലണ്ട. ഞാൻ നാളെ നോക്കാം. നെക്സ്റ്റ് ക്ലാസ് ചെയ്യാട്ടോ ലക്ഷ്മി. ഓക്കെ. അപ്പൊ ഇൻസൈഡ് ദി സ്കൂൾസ് എന്തോ റെക്കോർഡ് ബുക്കിൽ എഴുതാൻ റെക്കോർഡ് ബുക്കിൽ എഴുതാൻ തരാട്ടോ. അപ്പൊ അത് പറഞ്ഞപ്പോഴോർത്ത് നിങ്ങൾ പ്രെയർ എഴുതിയില്ലേ നോട്ട്ബുക്കിൽ? അപ്പൊ റെക്കോർഡ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഈ പ്രെയർ തന്നെ എടുത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ നോട്ട്ബുക്കില് ഒരു പ്രെയർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? എല്ലാവരും പ്രെയർ തന്നെ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ എഴുതാം. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോ നെക്സ്റ്റ് ആക്ടിവിറ്റി തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻസൈഡ് ദ സ്കൂളില് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഭവ്യ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻസൈഡ് ദ സ്കൂളില് ശ്രദ്ധിക്കേണ്ടത്? ഹെൽത്ത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് സ്കൂള് എങ്ങനെയായിരിക്കണം? ഭവ്യ പറയൂ. നല്ല അന്തരീക്ഷമായിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? പിന്നെ കുട്ടികളുടെ ഡെവലപ്മെന്റ് ചെയ്യണം. പിന്നെ ഫെസിലിറ്റി ഫസ്റ്റ് എയ്ഡ്. ഒപ്പീനിയനിൽ ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം? എയർ പാസിംഗും ഉണ്ടായിരിക്കണം. നമുക്കല്ലേ ധാരാളം കുട്ടികൾ ഒരുമിച്ചിരിക്കുന്ന ഒരു ക്ലാസ് റൂം ആണല്ലേ? അപ്പൊ അത് ആവശ്യത്തിന് എയർ പാസ് ഉണ്ടായിരിക്കണം, വെളിച്ചം ഉണ്ടായിരിക്കണം. പിന്നെ എന്തൊക്കെ വേണം? മെന്റൽ ഹെൽത്ത് വേണം. പിന്നെന്തൊക്കെയാണ്? എന്തൊക്കെ വേണം? കോൺസെൻട്രേഷൻ ലെവല്
ഭവ്യയുടെ ഒപ്പീനിയൻ പറയൂ. നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചതല്ലേ, ഭവ്യയുടെ ഒപ്പീനിയനിൽ ഒരു സ്കൂള് എങ്ങനെയായിരിക്കണം? വേറെ ആർക്കെങ്കിലും പറയാവോ? നിങ്ങളുടെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ പറയും. അവർക്ക് കുറച്ച് ഫ്രഷ് എയർ. മാം ശാശ്വനി എന്നാണ് പേര്. ഓക്കെ, ശാശ്വനി പറയൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ആദ്യം സ്കൂൾ എന്ന് പറയുന്നത് വൃത്തിയുള്ള സ്കൂളായിരിക്കണം, ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. പിന്നെ ഹെൽത്ത്, കുട്ടികളുടെ ഹെൽത്തിനെ കുറിച്ച് സ്കൂളുകളിൽ എപ്പോഴും ഒരു അവലോകനം ഉണ്ടായിരിക്കണം. ഫുഡ് കൊടുക്കുന്ന രീതിയിൽ സ്കൂളുകളിൽ ഇപ്പോൾ വാട്ടർ ഒക്കെ വളരെ ശുചിയായതും അവിടുത്തെ കിണർ പോലുള്ള സംഭവം ഒക്കെ വളരെ നീറ്റ് ആയിരിക്കണം. നീറ്റായിട്ട് ക്ലോറിനേഷൻ ഒക്കെ ചെയ്ത് മാലിന്യമുക്തമാക്കേണ്ടതാണ്. പ്യൂരിഫൈ ആയ വെള്ളം മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഫുഡ് കൊടുക്കുന്ന രീതിയിൽ അവർക്ക് നല്ല ഹെൽപ്ഫുൾ ഫുഡ് ആയിരിക്കണം സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിന് പുറമെ ബാത്റൂം നീറ്റ് ആയിരിക്കണം. കുട്ടികൾ യൂസ് ചെയ്യുന്ന ബാത്റൂം എല്ലാ ടൈമിലും വാഷ് ചെയ്തിട്ടും അതിനുള്ള നീറ്റ്നെസ് എപ്പോഴും ഉണ്ടായിരിക്കണം. ശാശ്വനി മ്യൂട്ട് ചെയ്തു. ജോൺസി പറയൂ. മിസ്, ഈ ഹെൽത്ത് ആദ്യത്തെ പോയിന്റ് തന്നെയാണോ? ജോൺസിയുടെ ഒപ്പീനിയൻ പറഞ്ഞോളൂ. എങ്ങനെയായിരിക്കണം ഒരു സ്കൂള്? ജോൺസിയുടെ കോൺസെപ്റ്റിൽ എങ്ങനെയായിരിക്കണം നല്ലൊരു സ്കൂൾ, ഒരു ഹെൽത്തി സ്കൂൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ആയിരിക്കണം. കുട്ടികൾക്ക് കുറച്ചുകൂടിയും പഠിക്കാനും അതിനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടായിരിക്കണം. സ്ഥലങ്ങൾ ഇതൊക്കെ ഇരിക്കണോടത്ത് ക്ലീൻ ആയിരിക്കണം. ക്ലാസ് റൂം ക്ലീൻ ആയിരിക്കണം. അതുപോലെ കുറച്ച് പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി. അപ്പൊ നമ്മൾ ഈ കുട്ടികളുടെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല എന്ന് പറഞ്ഞല്ലേ, മെന്റൽ ഹെൽത്തിന് കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് അല്ലേ? അവരുടെ ഇമോഷണൽ ഹെൽത്തിന് കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് അല്ലേ? അപ്പൊ ടീച്ചറും കുട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയായിരിക്കണം? അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ടീച്ചർ ആയിരിക്കണം അല്ലേ? പിന്നെന്തൊക്കെയാണ്? കമ്പാരിസൺ ചെയ്യാതെ അല്ലേ, എല്ലാവരും ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ടീച്ചർ ആയിരിക്കണം. കുട്ടികളുടെ മെന്റൽ ഹെൽത്തിന് ഇത് അഫക്ട് ചെയ്യില്ലേ? പിന്നെ എന്തൊക്കെ കാര്യങ്ങളാ? കൗൺസിലിംഗ് ചെയ്യാൻ പറ്റിയ ഒരു ടീച്ചർ എപ്പോഴും കുട്ടികളെ എൻകറേജ് ചെയ്യുന്ന ഒരു ടീച്ചർ ആയിരിക്കണം അല്ലേ? മറ്റുള്ള കുട്ടികളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടീച്ചർ ആയിരിക്കണം. പിന്നെന്തൊക്കെയാണ്? ഷെയർ ചെയ്യാൻ പറ്റുന്ന ടീച്ചർ ആയിരിക്കണം. എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്ന ടീച്ചർ ആയിരിക്കണം. ഡ്രസ്ഡ് ആയിരിക്കണം. എന്തുകൊണ്ടാ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കും അതേപോലെ ഡ്രസ്സ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ടീച്ചർ നൽകേണ്ടതുണ്ട് അല്ലേ? പിന്നെന്തൊക്കെയാണ്? ടീച്ചർ കുട്ടികളും ഫോളോ ചെയ്യുന്നത്. മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കണം. റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. അപ്പൊ ഇൻസൈഡ് ദ സ്കൂൾ, സ്കൂളിനകത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഔട്ട്സൈഡ് ദ സ്കൂൾ, സ്കൂളിന് പുറത്ത് എങ്ങനെയാണ് ഒരു കുട്ടിയെ രോഗങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും പ്രിവെന്റ് ചെയ്യേണ്ടതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സ്കൂളിന് പുറത്ത്, ഔട്ട്സൈഡ് ദ സ്കൂൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്തോ? ഹൈജീൻ. വീടും പരിസരവും ചെയ്യേണ്ടതാണ്. പിന്നെന്താണ്? എന്തോ? വീടും പരിസരവും ക്ലീൻ ആയിരിക്കണം. വീടും പരിസരവും എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. വേസ്റ്റുകൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ മഴയാണല്ലേ, മഴയുടെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് കൊതുകുകൾ പടരാനായിട്ട് സാഹചര്യമുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. നമ്മള് തട്ടിക്കളയേണ്ടതാണ്. വാട്ടർ എന്താണ്? നെക്സ്റ്റ് പോയിന്റ് പറയൂ. പിന്നെ എന്തൊക്കെയാണ്? ഫുഡ് ആൻഡ് ക്ലോത്ത്സ്.
എന്തോ ഫുഡ് ആൻഡ് ക്ലോത്ത്സ്. ഫുഡ് ആൻഡ് ക്ലോത്ത്സ്. ഹെൽത്തി ഫുഡ് ഫുഡ് ആൻഡ് കഴിക്കാൻ ക്ലോത്ത്. ഓക്കെ. പിന്നെ ഫുഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂട്രീഷ്യസ് ഫുഡ്. ന്യൂട്രീഷ്യസ് ഫുഡ് ആയിരിക്കണം. പിന്നെന്താണ്, ഫുഡ് പാകം ബോയിൽഡ് വാട്ടർ. നമ്മൾ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്ത് വെക്കണം. ഫുഡ് സ്റ്റോർ ചെയ്യുമ്പോഴും എന്താണ്, പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അതേമാതിരി തന്നെ പ്രോപ്പർ ആയിട്ട് മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ നോക്കുക. ഒരാൾ അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. മഴ ആയതുകൊണ്ട് ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ നോക്കുക. പനിയൊന്നും പിടിപ്പിക്കാതെ. ഓക്കെ ഓക്കെ. ചൂടുവെള്ളം കുടിക്കണം. എന്തോ ചൂടുവെള്ളം കുടിക്കണം. പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ചെടിയൊക്കെ ആവൂല മറ്റുള്ള അപ്പൊ കൈയും കാലൊക്കെ കഴുകി വീട്ടിലേക്ക് കയറാൻ നോക്കുക. ഓക്കെ ഓക്കെ. ഹെൽത്ത് ബന്ധപ്പെട്ട് ഓക്കെ. ടോപ്പിക്കില് ഡിസ്കസ് ചെയ്യാത്ത എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫുഡ് ആൻഡ് ക്ലോത്ത്സ് ഒക്കെ നമുക്ക് ഓൾറെഡി നമ്മള് സ്കൂൾ പരിസരത്ത് എന്തോ സ്കൂളിന് ചുറ്റും മറ്റേ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. അത് ഉപയോഗിച്ചാലുള്ള ദോഷഫലങ്ങളെ കുറിച്ച്, അതുകൊണ്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനെ കുറിച്ചൊരു നോളജ് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെന്തൊക്കെയാണ്? ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. ഗൗരി പറയൂ. പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും മിഠായിയോ ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ ചെറുപ്പത്തില്. അപ്പൊ അതൊക്കെ നമ്മള് കുട്ടികൾക്ക് അതൊന്നും വാങ്ങിക്കരുത്. പരിചയമില്ലാത്ത ആരെന്ത് തന്നാലും വാങ്ങിക്കരുതെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ. ദെൻ ബാഡ് ടച്ച് ഗുഡ് ടച്ചിനെ കുറിച്ച് പഠിപ്പിക്കണം, വേണ്ടേ? എന്താണ്? സ്കൂൾ ടൈമില് സ്കൂളിൽ നിന്നും പുറത്തു പോവാതെ റോഡിലൊന്നും പോകാതെ കൃത്യമായിട്ട് സ്കൂളിൽ തന്നെ എത്താനും സമയത്തിന് സ്കൂളിൽ എത്താനും മറ്റുള്ള എവിടെയും പോകാതെ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ സ്കൂളിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് എത്താനായിട്ട് ആദ്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. മറ്റു സ്ഥലങ്ങളിൽ ഫ്രണ്ട്സിന്റെ കൂടെ എവിടെയെങ്കിലും പോവുകയോ അല്ലെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. വീട്ടിലാരും അറിയാറില്ല അത് കുട്ടികൾ ചെയ്യുന്നത്. എന്തെങ്കിലും അപകടം പറ്റുമ്പോഴായിരിക്കും നമ്മളത് അറിയുക. അപ്പൊ അതൊക്കെ അവർക്ക് പ്രോപ്പർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഓക്കെ. പിന്നെന്തൊക്കെയാണ്? പുറത്തുനിന്നുള്ള പഴകിയ ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. പഴകിയ ഫുഡ് മാത്രമല്ല ജങ്ക് ഫുഡുകൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്, അല്ലേ? ഓക്കെ. പിന്നെന്തൊക്കെയാണ്? മറ്റുള്ളവരോട് നന്നായിട്ട് പെരുമാറാൻ പഠിപ്പിക്കുക. മറ്റുള്ളവരോട് നന്നായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാനായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ വീട്ടിലുള്ളവര് മോശപ്പെട്ട വേർഡ്സ് യൂസ് ചെയ്യാണ്ടിരിക്കുക. മോശം വേർഡ്സുകൾ യൂസ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യും. കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് എങ്ങനെയാ? മുതിർന്നവരെ അവരുടെ ചുറ്റുപാടുള്ള അവരുടെ ചുറ്റുപാടിൽ നിന്നും കണ്ടും കേട്ടും എക്സ്പീരിയൻസ് ചെയ്തുമാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അപ്പൊ മുതിർന്നവർ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെന്താണ്? ഷെയർ ചെയ്യാൻ പഠിപ്പിക്കണം. സഹായിക്കാൻ. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കാൻ പറഞ്ഞു കൊടുക്കുക. പറയൂ പ്ലീസ്. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യൂ. നമ്മള് മറ്റുള്ളവർക്ക് അവരുടെ സഹായം ഒരാൾക്ക് സഹായിക്കാനോട് പറഞ്ഞു കൊടുക്കുക. ഹെൽപ്പിംഗ് മെന്റാലിറ്റി വളർത്തിയെടുക്കേണ്ടതാണ്, അല്ലേ? ഹെൽപ്പിംഗ് മെന്റാലിറ്റി വളർത്തിയെടുക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇമോഷൻസ്, മറ്റുള്ളവരുടെ ഇമോഷൻസ് കൂടി കൺസിഡർ ചെയ്യാനായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്, അല്ലേ? കുട്ടികളെ മതിയോ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കാനും കുട്ടികൾ പഠിക്കേണ്ടതാണ്. പിന്നെന്താണ്? എന്തോ ക്ലിയർ ആയില്ല. എന്താണ് മാം? കുട്ടികൾക്ക് സിവിക് റെസ്പോൺസിബിലിറ്റി പറഞ്ഞു കൊടുക്കണം. സിവിക് റെസ്പോൺസിബിലിറ്റി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഓക്കെ. കെയർ ചെയ്യാനും പഠിപ്പിക്കേണ്ടതാണ്. ഓക്കെ. താരതമ്യപ്പെടുത്തല് ഒരാളുടെ
വേറെ ആളുമായിട്ട് സാമ്യപ്പെടുത്തല്. ആ കമ്പയർ ചെയ്യാനായിട്ട് പാടുള്ളതല്ല അല്ലേ? ഓക്കെ. പിന്നെ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് മനസ്സിലാക്കി പ്രതികരിക്കാനായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പഠിക്കണം അല്ലേ? നമ്മളിപ്പോ എവിടെയാണോ നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിനനുസരിച്ചായിരിക്കണം കുട്ടികൾ പെരുമാറേണ്ടത്. ഓക്കെ. പിന്നെന്തൊക്കെയാണ്? അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഓക്കെ. പിന്നെ കുട്ടികൾക്ക് റീഡിങ് ഹാബിറ്റ്സ് വളർത്തിയെടുക്കാവുന്നതാണ് അല്ലേ? കുട്ടികൾക്ക് ബുക്സുകൾ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ബുക്സുകൾ കൊടുക്കാവുന്നതാണ്. ഓക്കെ. ടോയ്സിന് പകരം എന്താണ് ബുക്സുകൾ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതിലൂടെ റീഡിങ് ഹാബിറ്റ്സ് വളരുന്നതിലൂടെ എന്താണ് അവരുടെ നോളജ് കൂടുന്നുണ്ട്. ഓക്കെ. ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, ബുക്സിൽ നിന്നും ധാരാളം നോളജ് ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷൻ നേടാനുള്ള നല്ലൊരു മാർഗമാണ് ബുക്സുകൾ ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ. കുട്ടികളുടെ ഓക്കെ വളർത്തിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. സോറി, ഏതായിരുന്നു? ഇൻസൈഡ് ദി സ്കൂൾ ആൻഡ് ഔട്ട്സൈഡ് ദി സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പേഴ്സണൽ ഹൈജീൻ ആ ഒരു ടോപ്പിക് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ. പേഴ്സണൽ ഹൈജീൻ, അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഓക്കെ. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട അസൈൻമെന്റും ആക്ടിവിറ്റീസും തരുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ മാം. ഓക്കെ. ഓക്കെ, ബൈ. ടീച്ചർ പോയോ? താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.